നാളെ സിനിമയ്ക്ക് പോകാൻ അച്ഛൻ സമ്മതിക്കില്ല. ആഹാ, ആര് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ നാളെ സിനിമയ്ക്ക് പോകും. തീഗോളങ്ങൾ പാഞ്ഞു വന്നാലും കൊടുങ്കാറ്റ് വീശി അടിച്ചാലും നിന്നെയും കൊണ്ട് നാളെ ഞാൻ സിനിമയ്ക്ക് പോയിരിക്കും. അപ്പൊ നീ നാളെ വരുവല്ലേ? നോക്കട്ടെ, മഴയില്ലേ വരാം. ശുദ്ധമായ മുന്തിരിയാ. മുന്തിരിയുടെ തൊലി കഴിക്കാൻ കൊള്ളൂ? പിന്നല്ലാതെ മോനെ, ഫ്രൂട്ട്സിന്റെ തൊലികളിലാണ് വിറ്റമിൻസ് കൂടുതലുള്ളത്. മോന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ചക്ക. ചക്കയോ? അത് എന്നെ ചക്കത്തൊലി തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. ആ വരുന്ന ആളെ അറിയാമോ? എനിക്ക് മനസ്സിലായില്ല. ആരാ? എനിക്കും മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. പരിചയമില്ലാത്തവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേട്ടാ ഒന്ന് നിന്നേ. ചേട്ടനെ എനിക്കും അമ്മയ്ക്കും മനസ്സിലായില്ല. ചേട്ടൻ ആരായെന്ന് ചേട്ടനോട് ചോദിക്കുന്നത് മോശമാണ് താനും. അതുകൊണ്ട് ചേട്ടൻ ആരാണെന്ന് ചേട്ടനോട് ചോദിക്കുന്നില്ല. ഇനി ചേട്ടൻ പൊയ്ക്കോ. ഇങ്ങനെയാ? ഒന്ന് വാടാ ഇവിടെ. എടാ, നിനക്ക് നല്ലവണ്ണം നടന്നൂടെ? ഞാൻ പിന്നെ വളഞ്ഞാണോ നടക്കുന്നത്? നാളെ സിനിമയ്ക്ക് പോകാൻ അച്ഛൻ സമ്മതിക്കില്ല. ആഹാ, ആര് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ നാളെ സിനിമയ്ക്ക് പോകും. തീഗോളങ്ങൾ പാഞ്ഞു വന്നാലും കൊടുങ്കാറ്റ് വീശി അടിച്ചാലും നിന്നെയും കൊണ്ട് നാളെ ഞാൻ സിനിമയ്ക്ക് പോയിരിക്കും. അപ്പൊ നീ നാളെ വരുവല്ലേ? നോക്കട്ടെ, മഴയില്ലേ വരാം. ശുദ്ധമായ മുന്തിരിയാ. മുന്തിരിയുടെ തൊലി കഴിക്കാൻ കൊള്ളൂ? പിന്നല്ലാതെ മോനെ, ഫ്രൂട്ട്സിന്റെ തൊലികളിലാണ് വിറ്റമിൻസ് കൂടുതലുള്ളത്. മോന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ചക്ക. ചക്കയോ? അത് എന്നെ ചക്കത്തൊലി തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. ആ വരുന്ന ആളെ അറിയാമോ? എനിക്ക് മനസ്സിലായില്ല. ആരാ? എനിക്കും മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. പരിചയമില്ലാത്തവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേട്ടാ ഒന്ന് നിന്നേ. ചേട്ടനെ എനിക്കും അമ്മയ്ക്കും മനസ്സിലായില്ല. ചേട്ടൻ ആരായെന്ന് ചേട്ടനോട് ചോദിക്കുന്നത് മോശമാണ് താനും. അതുകൊണ്ട് ചേട്ടൻ ആരാണെന്ന് ചേട്ടനോട് ചോദിക്കുന്നില്ല. ഇനി ചേട്ടൻ പൊയ്ക്കോ. ഇങ്ങനെയാ? ഒന്ന് വാടാ ഇവിടെ. എടാ, നിനക്ക് നല്ലവണ്ണം നടന്നൂടെ? ഞാൻ പിന്നെ വളഞ്ഞാണോ നടക്കുന്നത്? From the BART train to a tour bus, still the same game except I'm pulling more slow.